ഹലോ ഹായ് നമസ്കാരം. ജേക്കർ വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നാട്ടിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒല്ലൂർ ഹെൽത്ത് സെൻറ്ററിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഏകദേശം 11 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. ഒരുപാട് നമ്മൾ ജീവിതത്തിൽ കാണരുത് അല്ലെങ്കിൽ നമ്മൾക്ക് വരരുത് എന്ന വിചാരിക്കുന്ന അസുഖങ്ങളുള്ളവരും അതുപോലെ കിടപ്പിലായിട്ടുള്ളവരും അങ്ങനെ ഒരുപാട് രോഗികൾ, ഏകദേശം 3500-ൽ പരം രോഗികൾ എന്നിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ബ്ലെസ്സിങ്സ് ഉണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തുമാത്രം രോഗികളാണല്ലേ. നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓടി നടക്കുമ്പോൾ വിചാരിക്കും, ഞാനിപ്പോൾ ഇങ്ങനെ ഈ വീഡിയോസ് ഇടുമ്പോൾ തന്നെ പലരും ചെറിയ വല്ല ആവശ്യമുണ്ടോ, കൂടുതൽ റീച്ച് കിട്ടുന്ന വീഡിയോസ് ചെയ്യായിരുന്നില്ലേ, സിസ്റ്റർക്ക് അതിനുള്ള കഴിവില്ലേ, അപ്പം ഇങ്ങനൊരു സബ്ജക്റ്റ് എടുക്കേണ്ടതുണ്ടോ, പാലിയേറ്റീവ് രോഗികൾ, കിടപ്പ് രോഗികളുടെ കാര്യങ്ങൾ പറഞ്ഞിടേണ്ട ഒരു സബ്ജക്റ്റ് എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരും നടക്കുമ്പോൾ ചിന്തിക്കില്ല നമ്മളൊരു ദിവസം കിടപ്പിലായി പോയാൽ, ഇല്ലെങ്കിൽ നമ്മൾക്ക് പെട്ടെന്നൊരു അസുഖം, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്നു പോയാൽ എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. അപ്പം അതൊരു വല്ലാത്തൊരു നിമിഷമാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് കിടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേ ദിവസം വരെ നമ്മൾ ഓടി നടന്ന് നമ്മൾ സ്വന്തമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ല് തേച്ച് കൃത്യമായി കണ്ണാടിയിലൊക്കെ മുഖം നോക്കി കുളിച്ച് നല്ല ഫ്രഷായിട്ട് ജോലിക്ക് പോകുന്നവർ പെട്ടെന്നൊരു അറ്റാക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രോക്ക് വന്നിട്ടോ അങ്ങനെയൊക്കെ കിടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ മറ്റൊരാളുടെ സൗകര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് ആരും ആയിക്കോട്ടെ, ഭാര്യയോ മക്കളോ അച്ഛനോ അമ്മയോ ആരും ആയിക്കോട്ടെ. പക്ഷേ എന്നിരുന്നാലും കൂടിയിട്ട് മറ്റൊരാളുടെ ഒരു ഔദാര്യത്തിന് വേണം നമുക്കിത് ചെയ്യണമെങ്കിൽ. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർ പലപ്പോഴും പല കാര്യങ്ങളും അവർക്ക് നല്ലവണ്ണം നോക്കുന്നവരുണ്ട്, വളരെ മോശം രീതിയിൽ നോക്കുന്നവരുണ്ട്. എനിക്ക് എല്ലാവരുമായിട്ട് ബിഹേവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പോൾ എന്താ പറയുക, രാവിലത്തെ ആദ്യത്തെ കാര്യം തന്നെ എടുക്കാം, പല്ല് തേക്കുക എന്നുള്ളത്. നമ്മൾ എത്ര നല്ല രീതിയിലാണ് അല്ലേ പല്ല് തേക്കേണ്ടത്. എനിക്ക് ഭയങ്കര എന്നും ഞാൻ കൃത്യമായിട്ട് പല്ല് തേക്കും, പക്ഷേ എനിക്ക് നല്ല ക്യാവിറ്റിയൊക്കെ വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കാണും. അതുപോലെ എല്ലാവരും പറയും പല്ല് നല്ലോണം പൊന്തിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കെട്ടിച്ചൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് പല്ല് കെട്ടിക്കുക എന്നുള്ളതിൽ ചെന്നപ്പോൾ എനിക്ക് ഏജ് ഓവറായി കെട്ടാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഞാൻ അയ്യോ നമ്മൾ വയസ്സായ എന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു തന്നത്, പല്ല് തേപ്പിലൂടെ നമുക്ക് തുടങ്ങേണ്ട ഒരു ദിവസം രാവിലെ പല്ല് തേച്ച് ഫ്രഷായിട്ട് നമുക്ക് ഒരു ചായ, എനിക്കാണെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കണം, അങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങേണ്ട ആളുകൾ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് പല്ല് തേക്കണത് എങ്ങനെയാണ്, മറ്റൊരാളുടെ സഹായത്തിൽ വേണം. ഇപ്പോൾ ഒരു ദിവസം പല്ല് തേക്കാൻ വിട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ദിവസം പല്ല് അത് പോട്ടെ, ചിലപ്പോൾ മൂക്കിലൂടെയൊക്കെ ട്യൂബ് ഇട്ടിട്ടുള്ള രോഗികളാവും. അപ്പോൾ എന്താ പറയുക, വായിലൂടെ ഒന്നും കൊടുക്കണില്ലല്ലോ. അപ്പോൾ അത് ഇന്നിപ്പോൾ ക്ലീൻ ചെയ്യണ്ട, നേരമില്ല, വീട്ടുകാർക്ക് ജോലി ഉണ്ടാവും, അപ്പോൾ നേരമില്ല, അപ്പോൾ പിന്നെ ഇന്ന് ക്ലീൻ ചെയ്യണ്ട, നാളെ ചെയ്തേക്കാം എന്നൊക്കെ വിചാരിക്കാം. അങ്ങനെ 2-3 ദിവസമൊക്കെ ചെയ്യാതെ ഇരിക്കുമ്പോൾ തന്നെ ഈ ഈച്ചകളൊക്കെ ഉണ്ടല്ലോ, പൊടിയീച്ചയോ അല്ലെങ്കിൽ മറ്റേ ഈച്ചകൾ പെട്ടെന്ന് വരും. നമ്മുടെ ഇവിടെയൊക്കെ വായിൽ സലൈവ വന്ന് നിറഞ്ഞിട്ടുണ്ടാവും, ചീത്ത സ്മെല്ല് എടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും, നാക്കുമ്മലും ഈ ഭാഗത്തൊക്കെ പൂപ്പൽ വന്നു, ഓറൽ കാൻഡിഡിയാസിസ് എന്ന് പറയും. അപ്പോൾ പൂപ്പൽ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അൾസർ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഈച്ചകൾ വരാൻ തുടങ്ങും. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ കയ്യും കാലൊക്കെ അനക്കാതെ കിടക്കുമ്പോൾ ഇവർക്ക് ആ ഈച്ചേനൊന്നും ആട്ടാൻ പോലും പറ്റില്ല. നമ്മളൊന്ന് എല്ലാതും ഒന്ന് വിട്ട്, നമ്മളുടെ ഈ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഒന്ന് വിട്ടിട്ട് ആ ഒരു അവസ്ഥയിൽ നമ്മൾ കിടക്കുന്ന ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈച്ചകൾ വന്നിരുന്ന്, ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്, ഈച്ചകൾ വന്നിരുന്നിട്ട് ഇവിടെയൊക്കെ ഈച്ച വന്നിരുന്ന് അത് മുട്ടയിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു പുഴുക്കളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ വായിൽ പുഴുക്കൾ വരുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ദുരിതമാണ്. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞാലും അച്ഛനിപ്പോൾ ഒന്നും കഴിക്കണില്ലല്ലോ, അച്ഛൻ വായിലൂടെ ഒന്നും കഴിക്കണില്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ വായിലൂടെ ഒന്നും കഴിക്കണില്ലെങ്കിലും കൂടിയിട്ട് വായൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം എല്ലാവരുടെയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇന്ന് പറയാം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മൗത്ത് ക്ലീനിങ് എങ്ങനെയാണ്, മൗത്ത് കെയർ എങ്ങനെയാണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞിടട്ടെ.
വീട്ടിലായിരിക്കുമ്പോൾ സുഖമായിരുന്നു, മോള് അല്ലെങ്കിൽ മോനോ ആരെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് തരും. ഇപ്പോൾ ഇവിടെ കുവൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്ക് ആരും വീഡിയോ എടുക്കാനില്ല. അപ്പോൾ സെൽഫി ആയിട്ടാണ് ഞാൻ എടുക്കണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. നമുക്ക് കാര്യം അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഓക്കെ, നമുക്കിപ്പോൾ സാധാരണ നോർമലായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മൾ കുറച്ച്, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇതാണ്, ചാർക്കോളിൻ്റെ ക്ലോസപ്പാണ്. ഇത് ഉപയോഗിക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പേസ്റ്റ് എടുക്കുക. പേസ്റ്റ് സാധാരണ ഞാൻ പറയണത് ജസ്റ്റ് ഒന്ന് കിടപ്പിലായി അവർക്ക് സംസാരിക്കാൻ പറ്റും, കൈയും കാലും അനക്കാൻ പറ്റാത്തത്, അപ്പോൾ കൊലുക്കുഴിഞ്ഞ് തുപ്പാൻ പറ്റും, വായിൽ വെള്ളം എടുത്തിട്ട് കൊലുക്കുഴിഞ്ഞ് തുപ്പാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. പേസ്റ്റ് എടുക്കുക, ബ്രഷ് എടുക്കുക, തേക്കുക. തേക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തേക്കാതെ ഇങ്ങനെ തേക്കുക. എന്നുവെച്ചാൽ പല്ലിൻ്റെ ഇടയിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വേസ്റ്റൊക്കെ അങ്ങനെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എൻ്റെ പല്ലൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭംഗിയൊന്നുമില്ല കാണാൻ. പല്ല് കെട്ടാൻ പോയപ്പോൾ ഏജ് ഓവറായെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്നാലും പറയട്ടെ. അപ്പോൾ ഇങ്ങനെ തേക്കാം കേട്ടോ. ഇങ്ങനെ തേക്കുമ്പോൾ ഫുൾ വേസ്റ്റൊക്കെ ഇങ്ങനെ വരും. എന്നിട്ട് സാധാരണ പോലെ തന്നെ വായ കൊൽക്കുഴിയാൻ കൊടുക്കുക. നാക്കുവടി വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള നാക്കുവടി എടുത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം പല്ല് തേക്കാൻ. അപ്പോൾ അങ്ങനെ നല്ലോണം പല്ല് തേക്കാം. അപ്പോൾ തേക്കണതിൻ്റെ ഒപ്പം തന്നെ ചെയ്യേണ്ടത് എന്താ പറയുക, നമ്മുടെ മോണകൾ ഒക്കെ ഇതാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം കൊൽക്കുഴിയാൻ കൊടുക്കുക. വേണമെങ്കിൽ ഒരു ലൈറ്റായിട്ടൊരു പിഞ്ച് ഉപ്പിട്ടിട്ടുള്ള ചൂടുവെള്ളം കൊണ്ട് വായ നല്ലോണം കൊൽക്കുഴിഞ്ഞ് തുപ്പാൻ പറയുക കേട്ടോ. അങ്ങനെ, അതായത് അത് കയ്യും കാലും മാത്രം അനക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരാൾ, കയ്യൊക്കെ അനക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പതുക്കെ ബ്രഷ് കൊടുത്തിട്ട് തന്നെയൊക്കെ തേക്കാൻ പറയുക കേട്ടോ. അപ്പം എന്ന് വെച്ചാൽ കയ്യിനും ഒരു മൂവ്മെൻറ്റ്സ് വരും. അങ്ങനെ ഇപ്പോൾ ആ ഒരു അവസ്ഥ അല്ലാതെ തീരെ ഒന്നിനും പറ്റാതെ കിടക്കണം, കൊൽക്കുഴിഞ്ഞ് തുപ്പാനൊന്നും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രഷ് ഇട്ടിട്ട് ഉരയ്ക്കുമ്പോൾ പല്ലുമെന്ന് ബ്ലഡ് വരുന്നു, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്പൂൺ എടുക്കാം. സ്പൂൺ എടുത്തിട്ട് നമ്മുടെ റിബൺ പോലെ നമ്മുടെ വീട്ടിലത്തെ, ഇപ്പോൾ നമ്മുടെ നാട്ടിലാവുമ്പോൾ എന്താ പറയുക, സെറ്റ് മുണ്ടോ കനം കുറഞ്ഞിട്ടുള്ള കോട്ടൻ്റെ മുണ്ടുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കൊരു റിബൺ പോലെ, ഞാനിത് ടിഷ്യൂ പേപ്പറാണ് ആക്കി വെച്ചിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ വെട്ടാനൊന്നും തുണിയില്ല, ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ വെട്ടിക്കളയാനുള്ള തുണി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ സെറ്റ് മുണ്ടിൻ്റെ പീസ്, പഴയ സെറ്റ് മുണ്ടിൻ്റെയോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി എടുത്തിട്ട് നീളത്തിൽ റിബൺ പോലെ കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തിട്ട് കുറച്ചധികം വെക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഒരു ഇതെടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അതിൽ നിന്ന് എടുത്തിട്ട് ചെയ്താൽ മതി. ഈ തുണി നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ. നമുക്ക് നല്ല വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എന്താ പറയുക, ഇതുപോലെ റിബൺ പോലെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ജോലിക്കാരായിട്ടുള്ള ആൾ നോക്കുന്നവർ, അതായത് കെയർ ടേക്കേഴ്സ്, ജോലിയൊക്കെ ഉള്ളവരാവും തിക്കും തിരക്കിൽ ചെയ്യുമ്പോൾ എന്നൊന്നും ഇത് വെട്ടാൻ നിൽക്കണ്ട. അതിൽ നിന്നൊരു പീസ് എടുക്കുക, ക്ലീൻ ചെയ്യുക, കളയുക, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു തുണി എടുത്തിട്ട് ഇത് സാധാരണ നമ്മുടെ സ്പൂണിൻ്റെ കടയ്ക്കൽ, സ്പൂണിൻ്റെ ഈ ഭാഗം കുറച്ച് കനം കുറവുള്ള അല്ലെങ്കിൽ വീതി കുറവുള്ളതൊക്കെ എടുത്താൽ വളരെ നല്ലത്. സ്പൂണ് ഇല്ല എങ്കിൽ ബ്രഷിൻ്റെ പിടുത്തത്തുമ്മലാവാം. അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വടി എടുത്തിട്ട്, ഒടിയാത്ത എന്തെങ്കിലും ഒരു വടി എടുത്തിട്ട് അതൊന്നും വായിൽ കുത്തിക്കൊള്ളാത്ത വിധത്തിൽ ഇങ്ങനെ ഇതുമല്ലേ ഇങ്ങനെ അത്യാവശ്യം നല്ല ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അതായത് വായിൽ വേദന എടുക്കുക. എന്നിട്ട് അവസാനത്തെ ഒരു പീസ് നമ്മുടെ കയ്യിൽ വെക്കണം കേട്ടോ. അതെന്തിനാണെങ്കിൽ ഇവരിത് ചെയ്യുമ്പോൾ ഇവർക്ക് ഓർമ്മയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ ഇത് ഇങ്ങനെ വായിലെത്തുമ്പോൾ തന്നെ അവരിത് കടിച്ചു പിടിക്കും. ആ കടിച്ചു പിടിക്കുമ്പോൾ അതിങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പഞ്ഞി വെച്ചിട്ടും അതുപോലെ ഇതിങ്ങനെ ഫുള്ള് ചിറ്റിയിട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇത് കടിച്ചു പിടിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ തുറക്കുള്ളൂ. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഈ സാധനം ഇറങ്ങി ഇവിടെയൊക്കെ ബ്ലോക്ക് ആവില്ല. അങ്ങനെ കുറേ റിസ്ക്കുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഇത് വെച്ചിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട്, വെള്ളം എന്നുള്ളത് ഒന്നെങ്കിൽ എന്താ പറയുക, തീരെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന രോഗികൾക്കല്ല, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം, അതായത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്തിട്ട് ഒരു നുള്ളുപ്പും 2 തുള്ളി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അതിൽ മുക്കിയിട്ട് ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ സലൈവ നല്ലവണ്ണം വരും. അതായത് ഈ തുപ്പലുണ്ടല്ലോ,
നമ്മുടെ വായിൽ തുമ്മിനീര് നല്ലവണ്ണം വരും. അപ്പോൾ തുപ്പി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ചെരിച്ച് കളയാൻ പറ്റുന്ന ഒരു രോഗിക്ക്, അല്ലാതെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന, ഒന്നും അറിയാതെ കിടക്കുന്ന ആൾക്ക് നമ്മൾ ഉപ്പ് നാരങ്ങ നീരാകുമ്പോൾ അവർക്ക് ഈ സലൈവ അധികം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിൽ കെട്ടിക്കെടുത്ത് പെട്ടെന്ന് അത് ട്രക്കിയയിലേക്കൊക്കെ ഇറങ്ങാനുള്ള, അതായത് ഈ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികൾക്ക് അത് വേണ്ട. അല്ലാതെ എന്താ പറയുക, ഒന്ന് ചെരിച്ച് കെടുത്തി കഴിഞ്ഞാൽ വായിൽ നിന്ന് ഇതിങ്ങോട്ട് പോരും എന്നുള്ള അങ്ങനത്തെയൊക്കെ ആളുകൾക്ക് മതി. തീർത്തും അൺകോൺഷ്യസ് അല്ല, എന്താ പറയുക, ഒരു വെള്ളം ഇറക്ക് എന്ന് പറഞ്ഞാൽ ഇറക്കാൻ പറ്റും, അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇല്ല അൺകോൺഷ്യസ് ആയിട്ടുള്ളവരാണെങ്കിൽ നോർമൽ വെള്ളം എടുത്താൽ മതി, അതായത് ഇളം ചൂടുവെള്ളം എടുത്താൽ മതി. അപ്പോൾ ഈ ചൂടുവെള്ളത്തിൽ ഇത് മുക്കിയിട്ട് വായിൽ ക്ലീൻ ചെയ്യാം. പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല്ല് തേക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ അത് എങ്ങനത്തെ പേഷ്യൻ്റ് ആവട്ടെ, എന്തോ ആവട്ടെ, കിടപ്പ് രോഗിയാണ് പല്ല് തേക്കേണ്ട തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ നോർമലി കട്ടിലുമൊക്കെ എടുക്കുന്ന ഒരു രോഗിയാണെങ്കിൽ ആ രോഗീനെ തല പൊന്തിച്ച് വെക്കണം. ഇങ്ങനെ ചാരി ഇരുത്തുന്നത് പോലെ 2 പില്ലോ വെച്ച്, 2 3 പില്ലോ വെച്ച് ചാരി ഇരുത്തുന്ന ഒരു പൊസിഷനിൽ ഇങ്ങനെ ആക്കിയിട്ടേ പല്ല് തേപ്പിക്കാവൂ. നേരെ കട്ടിലും ഇങ്ങനെ കെടുത്തിയിട്ട് പല്ല് തേപ്പിക്കരുത്. അതെന്താ വെച്ചാൽ ഈ നമ്മുടെ വായിൽ വരുന്ന ഈ സലൈവ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും. ഈ ഇറങ്ങുന്നത് ആമാശയത്തിലേക്ക് ആയിരിക്കില്ല, ചിലപ്പോൾ ശ്വാസകോശത്തിലേക്ക് ഇറങ്ങും. അപ്പോൾ അത് ആസ്പിറേഷൻ, ന്യൂമോണിയ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ചാരി ഇരുത്തിയിട്ട് വേണം ചെയ്യാൻ. ഇങ്ങനെ ഒരു ചാരി ഇരുത്തിയിട്ടുള്ള പൊസിഷനിലാണെങ്കിൽ ഈ സംഭവം ഇങ്ങോട്ട് ഇറങ്ങി പോവില്ല. അപ്പോൾ നമുക്കിത് തുടച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ ചാരി ഇരുത്തിയിട്ടുള്ളിടത്ത് ഈ നാരങ്ങാനീരും 1 പിഞ്ച് ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇത് മുക്കിയിട്ട് ഇങ്ങനെ എടുക്കാം, നന്നായിട്ട് എടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ല് മാത്രമല്ല നാവും അതുപോലെ ഈ ഭാഗം, നമ്മുടെ ഉള്ളിലത്തെ ഈ ഭാഗം അതുപോലെ മോണയുടെ ഈ ഭാഗം ഒക്കെ, നാവൊക്കെ നല്ലവണ്ണം ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ എണ്ണം വൃത്തികേടാവുമ്പോൾ അത് മാറ്റാം, അടുത്തത് എടുക്കാം, ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞില്ലേ, തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഉപ്പുനീരും ഇതും എടുക്കണ്ട കേട്ടോ. സാധാരണ ഇളം ചൂടുവെള്ളം എടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് മൗത്ത് വാഷുകൾ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും. മൗത്ത് വാഷുകൾ പല കമ്പനിയുടെ കിട്ടും. അപ്പോൾ അതിലേതെങ്കിലും വാങ്ങിച്ചിട്ട് അത് ഇളം ചൂടുവെള്ളം കുറച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ഡ്രോപ്സോ ഒരു 2 ml അങ്ങനെ ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് മുക്കി വായിൻ്റെ ഉള്ളിൽ മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നോർമലി ഞാൻ പറയുകയാണെങ്കിൽ ഉപ്പും നാരങ്ങ നീരുമാണ് നല്ലത്. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എല്ലാവരും സാമ്പത്തികമുള്ളവരാവില്ല. അപ്പം അതുമാത്രമല്ല, വായിക്കൊരു ഫ്രഷ്നെസ് തോന്നണമെങ്കിലും എനിക്ക് തോന്നാം കൂടുതലും ഈ ഉപ്പും ചെറുനാരങ്ങ നീരും ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. വേണമെങ്കിൽ ഏറ്റവും അവസാനം ഈ ഒരു മൗത്ത് വാഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ആ സ്മെല്ല്, ഇപ്പോൾ ഒരു കോൾഗേറ്റിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ ഒരു സ്മെല്ല് ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് തുടച്ചിട്ടൊന്ന് മൗത്ത് വാഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കിടപ്പ് രോഗികളുടെ വായ ക്ലീൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്, കുവൈറ്റിലാണ്. അപ്പോൾ അവിടെയൊക്കെ വരുന്നൊരു സംഭവമാണ് മൗത്ത് ക്ലീനിങ്ങിന് വരുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഞാനിത് അധികം കണ്ടിട്ടില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഈ സംഭവം നമ്മുടെ ലോഷനിൽ, അതായത് ഈ മൗത്ത് വാഷിൽ മുക്കിയിട്ട് ഇത് വെച്ചിട്ട് വായ തുടച്ചെടുക്കുക, നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. ഓക്കെ, വായ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നാവ് അതുപോലെ തന്നെ ഉള്ളിലൊക്കെ പൂപ്പൽ വരും കേട്ടോ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, വായുടെ ഉള്ളിലത്തെ ഈ ഭാഗത്തൊക്കെ പൂപ്പൽ വരും. നമ്മളിപ്പോൾ ഡെയിലി ഫുഡ് കഴിക്കണു, വായ കുഴിക്കണു, അപ്പോഴൊക്കെ അറിയാത്തതാണ്. അനങ്ങാതെ ഇങ്ങനെ വായ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ നല്ലോണം ഇത് വെച്ചിട്ട് നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ചുണ്ടിൻ്റെ ഈ ഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ വായുടെ ഉള്ളിൽ എന്തെങ്കിലും ഡോക്ടേഴ്സ് മരുന്നുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓയിൻമെൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരട്ടെ. ഈ ക്ലീൻ ചെയ്യുമ്പോൾ വായുടെ ഉള്ളിൽ എന്തെങ്കിലും പുണ്ണുകൾ, അതായത് അൾസേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ പൂപ്പലിൻ്റെ തുടക്കം ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിക്കോളോ. അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് അതിൻ്റെ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അത് അസുഖം പെട്ടെന്ന് മാറിപ്പോകും. അതുപോലെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ചുണ്ടൊക്കെ തുടച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് വാസലിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ലിപ് ബാമുകൾ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഓക്കെ,
അപ്പോൾ ഇന്ന് എന്താ പറയാൻ ഉദ്ദേശിച്ച വിഷയം മൗത്ത് വാഷിങ് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ രോഗികളെയും മൗത്ത് വാഷ് ഇപ്പോൾ വായിലൂടെ ഒന്നും കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് വായ കഴുകാതിരിക്കരുത്. ഏതൊരു അവസ്ഥയിലുള്ള രോഗിയാണെങ്കിലും എന്നും ഡെയിലി രാവിലെയും രാത്രിയിലും മൗത്ത് വാഷ് നിർബന്ധമായിട്ടും ചെയ്യിക്കണം. ഓക്കെ, വായിൽ ക്യാൻസറുള്ള പേഷ്യൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ക്യാൻസറുള്ള ഭാഗത്ത് വേറെ ഒരു എന്താ പറയുക ഇത് വെച്ചിട്ട് നല്ലപോലെ തുടച്ച് എടുത്ത് കളയേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ തുണിയാവുമ്പോൾ നമുക്ക് വലിയ ചിലവില്ല, നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്യാം. പേഷ്യൻറ്റിന് വേദന എടുക്കില്ല. വായിൽ ഇപ്പോൾ ബ്രഷ് ഇട്ടിട്ട് ഉരയ്ക്കുമ്പോഴുള്ള ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എന്നാൽ വായ നല്ലവണ്ണം ക്ലീനായിട്ട് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, കിടപ്പ് രോഗികളുടെ വായ കൃത്യമായി ക്ലീൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു. നമുക്കിനി കാണാം കേട്ടോ.